ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ 2 RC കാറുകളുണ്ട്. രണ്ടും റണ്ണിങ് കണ്ടീഷനിലല്ല. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എന്താണ് അതിൻ്റെ കംപ്ലൈൻറ്റ് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളൊരു വീഡിയോ ആണ്. ഫസ്റ്റ് നമുക്ക് റെഡ് കാറിന്ന് അയച്ചിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം. എന്താണ് ഇഷ്യൂ എന്ന് നോക്കാം. റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് റണ്ണിങ് കണ്ടീഷനിലേക്ക് മാറ്റാം. ദെൻ യെല്ലോ, നമുക്ക് വേറെ യെല്ലോ കാറുണ്ട്, അതും ട്രബിൾ ഷൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് റെഡ് കാറിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ആണ്. രണ്ടും സെയിം ബ്രാൻഡിൻ്റെ റിമോട്ട് കാർസാണ്. ഇപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 4 സ്ക്രൂ ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് 4 സ്ക്രൂവും റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി ചെറിയ സ്റ്റാർ സ്ക്രൂ ഡ്രൈവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അയച്ച സ്ക്രൂസൊക്കെ സേഫായിട്ട് മാറ്റി വയ്ക്കുക. നാല് സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് റിമോട്ട് കാർ വഴി ഓപ്പൺ ചെയ്ത് നോക്കാം. റിമോട്ട് കാർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലെ മോട്ടറാണ് ഇത്, ബാക്കിലെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മോട്ടർ ഇവിടെയുണ്ട്. ഇതിലേക്കുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിനകത്തൊരു വയർ ബ്രേക്കായിട്ടാണ് കിടക്കുന്നത്. അതായിരിക്കാം ഇതിൻ്റെ ഇഷ്യൂ. രണ്ട് വയറാണുള്ളത്. 2 ബാറ്ററിയിൽ നിന്ന് വരുന്ന പവർ സോഴ്സ് കിട്ടില്ല. പവർ സോഴ്സ് ബോർഡിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആക്ച്വലി നമുക്കത് അതൊരു ഇതായിട്ട് കിടക്കുകയാണ്, ബ്രേക്കായി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് അത് സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സോൾഡർ ചെയ്തിട്ട് വിട്ടു പോയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. വർക്കാകാൻ നോക്കി ജസ്റ്റ് ഓക്കെ ആക്കുക. റിമോട്ട് നമുക്ക് ഇവിടെ ഉണ്ട്, അവൈലബിളാണ്. ജസ്റ്റ് ഇതൊന്ന് മുട്ടിച്ച് വെച്ചിട്ട് യെസ്, ഇറ്റ് ഇസ് റണ്ണിങ്. ഇത് കണക്ഷൻ നമ്മൾ മാനുവലി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും റൺ ചെയ്യുന്നുണ്ട്. ലൈറ്റും കത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. മോട്ടർ വർക്കാവുന്നുണ്ട്. ഫ്രണ്ടിൽ മോട്ടർ കറക്റ്റായി വർക്കാവുന്നുണ്ട്, ബാക്കിൽ മോട്ടർ വർക്കാവുന്നുണ്ട്. പവർ സോഴ്സ് ബോർഡിലേക്ക് എത്തുന്നില്ല, അതാണ് ഇഷ്യൂ. നമുക്കിത് റീസോൾഡർ ചെയ്ത് ചേർത്താൽ മാത്രമാണ് ഇഷ്യൂ റിസോൾവ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള പരിപാടികൾ നോക്കാം. നമ്മുടെ കയ്യിലൊരു സോൾഡറിങ് അയൺ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് റീസോൾഡർ ചെയ്തിട്ട് ഇഷ്യൂ റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ റിമോട്ട് കാർ ഓപ്പൺ ചെയ്തിരുന്നു. ഇഷ്യൂ എന്താണെന്ന് ട്രബിൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലൊരു സോൾഡറിങ് അയണും അതുപോലെ തന്നെ സോൾഡറും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് അതുപോലെ തന്നെ ആ വയറിൻ്റെ സൈഡ് എഡ്ജ് ഒന്ന് ക്രിബ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഞാൻ സോൾഡറിങ് ഇതിന് മുന്നേ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പരീക്ഷണം മാത്രമാണ്. സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി റണ്ണിങ് കണ്ടീഷനിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. ജസ്റ്റ് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് സോൾഡറിങ് അയൺ എടുത്ത് മാറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ക്രിബ് ചെയ്ത കോപ്പർ വയറിനും ചുറ്റും ജസ്റ്റ് ഒന്ന് സോൾഡറിങ് ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് കോട്ടിങ് പോലെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി അതിനകത്ത് സോൾഡർ ഉണ്ടായിരുന്നു, അതിൻ്റെ ബോർഡിൽ ഓൾറെഡി സോൾഡർ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിന് മുകളിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ഭയങ്കര രീതിയിൽ ചെറിയ ബോർഡ് ആയതുകൊണ്ട് നല്ല ഹീറ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഹീറ്റായി അത് നല്ല രീതിയിൽ ഉരുകിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റിപ്പയർ എന്തായാലും ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. റണ്ണിങ് കണ്ടീഷനിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മളിവിടെയാണ് സോൾഡർ ചെയ്ത്, കണ്ടാൽ തന്നെ അറിയാം ആ സോൾഡറിങ് ബാക്കിയുള്ള സോൾഡറിങ്ങായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലുക്കില്ലാത്ത രീതിയിലുള്ള സോൾഡറിങ് ഉണ്ടല്ലോ. ഇതാണ് നമ്മൾ ചെയ്ത സോൾഡറിങ്. ബാക്കി എല്ലാ കണക്ഷൻസും ഓക്കെയാണ്. ഇത് നമ്മുടെ ആൻറ്റിനയാണ് കേട്ടോ. ഈ ആൻറ്റിന ഇതിൽ നിന്നുള്ള സിഗ്നൽസ് റിസീവ് ചെയ്യാനുള്ള ആൻറ്റിനയാണിത്. അത് പിന്നെ ബോർഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, പവർ സോഴ്സ് വന്നിരിക്കുന്നു, മോട്ടറിലേക്ക് കണക്ഷൻസ് പോയിട്ടിരിക്കുന്നു. അത് സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ് ഇതിൻ്റെ. ഇത് എന്തായാലും ശരിക്കും വർക്കിംഗ് കണ്ടീഷനിലൊക്കെ ആക്കിയിട്ടുണ്ട്. യെല്ലോ കാറിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. ഇവിടെ ഒരു വയർ കട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മകൻ തന്നെ അഴിക്കാതെ ഈ ടയറിൻ്റെ ഇടയ്ക്കേക്കിടെ സ്ക്രൂ ഡ്രൈവർ കടത്തിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇതാണ് ഈ വയർ. പിന്നെ ഈ ആൻറ്റിനയിലേക്കുള്ള കണക്ഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടയറിൻ്റെ ഇത് മിസ്അലൈൻമെൻ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇഷ്യൂ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ട്രാൻസ്മിഷൻ ഗിയറാണ്. മോട്ടറിൽ നിന്ന് ഈ ഗിയറിലേക്ക് ട്രാൻസ്മിഷനും ഈ ഗിയറിൽ നിന്നാണ് ഈ ഗിയറിലേക്ക് ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പോൾ ഈ ഗിയർ കുറച്ച് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് ഓൾറെഡി ഈ ഒരു ഹബിലുണ്ട്. ഇതുപോലെ ഒരു ഒരു സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ലോട്ട്സിൽ നിന്ന് കുറച്ച് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു ഈ ഗിയർ. അതുകൊണ്ടാണ് ആ ഒരു മിസ്അലൈൻമെൻറ്റ് വന്നത്. ഇപ്പോൾ ഏകദേശം ഒരു അലൈൻമെൻറ്റ് പോലെ ഉണ്ട്. എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്നാലും അത്രേ കയറുന്നുള്ളൂ. നമ്മളധികം ബലം കൊടുത്തത് പൊട്ടിക്കുന്നുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കായിട്ടുള്ള ഇവിടുത്തെ കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ മിസ്അലൈൻമെൻറ്റ് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിലേക്കുള്ള കണക്ഷൻസ് വീണ്ടും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കണക്ഷൻസ് എല്ലാം ഫുള്ളാണ്. വേറെ ഇഷ്യൂസൊന്നും നമുക്കിപ്പോൾ കാണുന്നില്ല. നമുക്ക് ഇനി ചാർജ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം, ക്ലോസ് ചെയ്തിട്ട്.
ഇഷ്യൂസ് കണ്ടുപിടിച്ചത് റിപ്പയർ ചെയ്തിട്ടുണ്ട്. രണ്ടും റണ്ണിങ് കണ്ടീഷനിലാണ്. കുട്ടി സൂപ്പർ ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിത് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഒരു സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് അതിൻ്റെ സർക്യൂട്ട്സിലായിരിക്കും ഇഷ്യൂ ഉണ്ടാവുക. മോട്ടർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോട്ടർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. മോസ്റ്റ്ലി അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഈ സർക്യൂട്ടിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസാണ് വരിക. അതായത് നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്കത് റെക്ടിഫൈ ആവുന്ന കേസുള്ളൂ. രണ്ട് കാറുകൾ ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.